ഹായ് ഗായ്സ്, പത്തനംമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ നവ്യ അറിയുന്നുണ്ട് കേട്ടോ, DNA ടെസ്റ്റിൻ്റെ കറക്റ്റ് റിസൾട്ട് ഫ്രണ്ട് വഴി. അങ്ങനെ അബിയുടെ കുഞ്ഞാണ് ചന്തുമോളെന്ന കാര്യം നവ്യ അറിഞ്ഞിരിക്കുകയാണ്. അതിനുശേഷം നവ്യ അത് ആരോടും പുറത്ത് പറയുന്നൊന്നുമില്ല. വീട്ടിലും ആരും അറിയുന്നില്ല. അബിയും അതുപോലെ തന്നെ ഡേവിഡും നാഗേന്ദ്രയും ആരും ഈ വിവരമൊന്നും അറിയുന്നില്ല. അപ്പം നവ്യ ഏതൊക്കെയോ ഭാഗത്തുനിന്ന് പറ്റിക്കപ്പെടുന്നുണ്ടെന്ന് നവ്യയ്ക്ക് തന്നെ മനസ്സിലാവാണ്. എന്താണ് ഇതിനുള്ളിലെ സത്യം എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആരോടും ഇത് തുറന്നു പറയാതിരിക്കുക. പക്ഷേ ചന്തുമോളെ കാണുമ്പം നവ്യയ്ക്ക് നിയന്ത്രണം വിട്ടുപോയി. ചന്തുമോളോട് ചെയ്ത ദ്രോഹങ്ങളൊക്കെ നവ്യ ഇങ്ങനെ ആലോചിക്കുക. പാവം കുട്ടി, അതിൻ്റെ അമ്മയും അങ്ങനെയാണ്, അച്ഛനും അവനൊരു ദുഷ്ടനുമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പം നവ്യ അറിയാതെ തന്നെ ചന്തുമോളെ എടുത്ത് ഉമ്മ വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ദേവയാനി ഇത് കണ്ടുകൊണ്ട് വരുന്നുണ്ട്. അതുപോലെ ചന്തുമോളും അത്ഭുതപ്പെട്ടു പോവുക. എന്താ ഇപ്പം നവ്യാനിക്ക് ഇങ്ങനൊരു മാറ്റം വന്നത് എന്നൊക്കെ ആലോചിച്ചിട്ട്. അതുപോലെ ദേവയാനി നവ്യയുടെ ഈ മാറ്റം കണ്ട് സംശയിക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നവ്യ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം നവ്യ അറിയുന്നുണ്ട് കേട്ടോ, നയന ജയിലിലായി എന്നുള്ള വിവരം. അനന്തപുരിയിൽ എല്ലാവരും ഇത് അറിഞ്ഞു കഴിയുമ്പോൾ എല്ലാവർക്കും അതൊരു ഷോക്കാവുകയാണ്. അപ്പം മുത്തശ്ശനോട് പറയുന്നുണ്ട്, നിങ്ങളറിഞ്ഞോ നയനമോള് ജയിലിലാണെന്ന്, നിങ്ങൾക്ക് ഇതിനൊന്നും പറയാനില്ലെന്ന് ചോദിക്കുക. അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട്, മോളെ ആരോ ചതിച്ചതാണ് ആദർശ്, അവനിത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ഇങ്ങനെ പല ഭാഗത്തുനിന്നും ചതി ഉണ്ടാവാമെന്ന് അവൻ ആലോചിക്കേണ്ടതായിരുന്നു. അങ്ങനെ ഒരു യാത്ര പോയപ്പം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോ അവരെ ചതിച്ചതാണ്. ശരിക്കും അവരെ ആദർശിനെ കൊടുക്കാൻ വേണ്ടിയിട്ടോ മറ്റോ ചെയ്തതാ. പക്ഷേ അത് നയന മോൾക്കാണ് പറ്റിയത്. മോള് ജയിലിൽ കിടക്കുന്നതിൽ എനിക്കും നല്ല വിഷമമൊക്കെ ഉണ്ടല്ലോ എന്ന് പറയാണ്. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, എങ്ങനെയെങ്കിലും നയനമോളെ പുറത്തിറക്കണ്ടേ. ആ നയനമോൾ ഈ അവസ്ഥയിൽ ജയിലിൽ കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക? എല്ലാം കൊണ്ടും ആകെ ഫലപ്രയാസമാണല്ലോ എന്ന് ഓർക്കുക എന്ന് പറയാം. അപ്പോൾ മുത്തശ്ശനും പറയാം, ശരിയാ, എനിക്ക് നല്ല വിഷമമുണ്ട് നയനമോൾ ഈ അവസ്ഥയിൽ ജയിലിൽ കിടക്കുന്നത്. പക്ഷേ നമ്മുടെ യഥാർത്ഥ ശത്രുക്കൾ പണി തുടങ്ങിയിട്ടുണ്ടെന്ന് അറിയാമല്ലോ. ഇതിനു മുമ്പും പല പ്രാവശ്യവും ആദർശിനെ കൊടുക്കാൻ വേണ്ടി അവർ ശ്രമിച്ചതാ. ഇതിപ്പോൾ ആദർശിനെ കൊടുക്കാൻ വേണ്ടിയാണ് ശ്രമിച്ചത്. അതിൽ നയനമോൾ വീണു പോയി എന്നുള്ളത് സത്യമാണ്. പക്ഷേ മോളകത്ത് കിടക്കുന്നതിൽ എനിക്ക് നല്ല ദുഃഖമുണ്ട്. നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? ജാമ്യം കിട്ടാത്ത വകുപ്പ് വരെയാ അവരെഴുതി ചേർത്തിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. നവീനും ചെന്നിട്ടുണ്ടായിരുന്നു, ആ CI ആയിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ CI പറയുന്നത് ഉടനെയൊന്നും ജാമ്യം കൊടുക്കാൻ പറ്റില്ല, സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാനൊന്നും പറ്റില്ല, കോടതിയിൽ ഹാജരാക്കിയതിന് ശേഷം മാത്രമേ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നയനമോള് ജയിലിൽ തന്നെ കിടക്കേണ്ടി വരുമെന്ന് പറയണം. അപ്പോൾ ഉടനെ തന്നെ മുത്തശ്ശി പറയുന്നുണ്ട്, നന്ദു അവിടെ ഉണ്ടല്ലോ, നന്ദുമോള് വിചാരിച്ചിട്ടും ഒന്നും സാധിക്കുന്നില്ലായിരിക്കും. SI അല്ലേ നന്ദു, എന്നിട്ടും ചേച്ചിയെ ഇറക്കാനായിട്ട് നന്ദുവിനെ കൊണ്ട് പറ്റുന്നില്ലേ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി ആകെപ്പാടെ വിഷമിച്ചുകൊണ്ട് മുത്തശ്ശനോട് പറയാം. മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇല്ല, അതിനൊന്നും ആ CI സമ്മതിക്കുന്നില്ല. അയാൾ പണം വാങ്ങിയിട്ട് ചെയ്തതാണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പല സ്ഥലത്തു നിന്നും ട്രാൻസ്ഫറും സസ്പെൻഷനും ഒക്കെ വാങ്ങിയിട്ടാണ് അയാൾ വന്നിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കുരുട്ടുബുദ്ധിക്കാരനെ വിലക്കെടുത്തിരിക്കുക നമ്മുടെ ശത്രുക്കൾ. നമ്മളെ വീഴ്ത്താൻ വേണ്ടിയിട്ടുള്ള അവരുടെ അവസാനത്തെ അടവ് പോലെ ചെയ്യുന്നതാണ് ഇതൊക്കെ. ഇപ്പോൾ അവർ സന്തോഷിക്കുന്നുണ്ടാവും, നമ്മൾ വിഷമിക്കുകയാണെന്നോർത്ത്. താനിതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല. നയനമോൾ ഒരു ദിവസം ലോക്കപ്പിൽ കിടന്നു എന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കില്ല. ഇതിൻ്റെയൊക്കെ കാരണക്കാരെ കണ്ടെത്താനുള്ള വഴിയിലേക്ക് ആദർശ് അടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് മനസ്സിലാക്കിയാൽ മതി. അവർ ചെയ്യട്ടെ, അവർക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ. പക്ഷെ നയനമൊക്കൊന്നും സംഭവിക്കില്ലെന്നേ. അടുത്ത ദിവസം തന്നെ ജാമ്യത്തിൽ മോളെ നമുക്ക് ഇറക്കാൻ പറ്റും. താൻ ഇതൊക്കെ ഓർത്ത് ടെൻഷൻ അടിക്കാതെ. ഇതൊക്കെ ബിസിനസ്സിൻ്റെ ഭാഗമാണ്. ചതികൾ, ഈ ചതി ചെയ്തവരെയൊന്നും ഈ അനന്തമൂർത്തി വെറുതെ വിടില്ല. അനന്തമൂർത്തി മാത്രമല്ല, താൻ കണ്ടോണം, ആദർശും അവൻ ഇതിനുള്ള പ്രതികാരം വീട്ടിയിരിക്കും എന്നൊക്കെ പറയുക. എന്നിട്ടും മുത്തശ്ശിക്ക് ഭയങ്കര വിഷമമാണ്. അതുപോലെ തന്നെ ദേവയാനി ഭയങ്കര വിഷമമായിട്ട് ജയനോട് പറയാം, എന്താ ചെയ്യുക, മോക്ക് ഇങ്ങനൊരവസ്ഥ വന്നത് എങ്ങനെയാ സഹിക്കാൻ പറ്റുക? ഒരു വിധത്തിലും ഇതൊന്നും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ജയേട്ടാ. ഇതാരാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ചതിയും മാറാൻ നമ്മുടെ ഇടയ്ക്ക് തന്നെ ഉണ്ടോയെന്നൊരു സംശയം ഉണ്ടെന്ന് പറയുമ്പോൾ ജയം പറയാം, ഇതൊക്കെ ആദർശിനെ വീഴ്ത്താൻ ചെയ്തതാ. നയനമോട് ഈ അവസ്ഥയിൽ ഇങ്ങനെ കിടക്കേണ്ടി വന്നതിൽ ഒരുപാട് ദുഃഖമുണ്ട്. പിന്നെ താൻ ഇതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട. ലോക്കപ്പിലാണേലും അവിടെ നന്ദു ഉണ്ടല്ലോ, നയനമൊക്കെ സപ്പോർട്ടിനായിട്ട്. ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മളെ വീഴ്ത്താൻ ശ്രമിച്ചവർ പണം വാങ്ങിയിട്ട് ചെയ്യുന്നതാ. എന്തായാലും ഈ നാട്ടിൽ കോടതിയും കേസും ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ നടക്കും. അതുകൊണ്ട് അങ്ങനെയൊക്കെ അങ്ങ് മുന്നോട്ട് പോകും. നവീൻ എന്തായാലും നയനയെ പുറത്തിറക്കാൻ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കല്ലേ, അത് സാധിക്കും. ഒരു ദിവസത്തേക്ക് ക്ഷമിക്കുന്നൊക്കെ പറയാം. കനകയ്ക്കും ഗോവിന്ദനും അങ്ങ് വല്ലാത്ത വിഷമാവും കേട്ടോ.
കനകയാണെങ്കിൽ നെഞ്ചു പൊട്ടി കരയുക ഗോവിന്ദൻ്റെ അടുത്ത്. എൻ്റെ മോക്ക് ഇങ്ങനൊരു ഗതി വന്നല്ലോ. അവള് വയറ്റിൽ ഒരു കുഞ്ഞിനെ വഹിച്ചുകൊണ്ടല്ലേ ഈ ജയിലിൽ ലോക്കപ്പിലൊക്കെ കിടക്കുന്നത്. നന്ദുമോൻ വിചാരിച്ചിട്ട് കൂടി ഇറക്കാൻ സാധിച്ചില്ല. ആരാവാ ഈ ചതിയൊക്കെ ചെയ്യുന്നത്? എൻ്റെ കുഞ്ഞിനോട് മാത്രം എന്താവാ ഇങ്ങനെയൊക്കെ? അവൾക്ക് ഒരു സമയത്ത് മനസമാധാനം കിട്ടിയില്ലെന്ന് വെച്ചാൽ എന്താ ചെയ്യുക? എൻ്റെ ചങ്കങ്ങ് പൊട്ടിപ്പോവുക ഇതൊക്കെ കണ്ടിട്ട് എന്ന് പറയുക. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട്, പിന്നല്ലാതെ നല്ല വിഷമമുണ്ട് നയനമ്മക്ക് ഇങ്ങനെ വന്നിട്ട്. അവളാണെങ്കിൽ ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്തവളും, എന്നിട്ടും അവൾക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് പറഞ്ഞ് കനകയും ഗോവിന്ദനും എല്ലാം നന്നായിട്ട് വിഷമിക്കുക. ഗോവിന്ദൻ പറയുക, നീ നന്ദു മോളെ ഒന്ന് വിളിച്ചു നോക്ക്, എന്താ അവിടുത്തെ അവസ്ഥ എന്ന് അറിയാമല്ലോ. നന്ദു വീട്ടിലേക്ക് ഇതുവരെ എത്തിയിട്ടുമില്ല എന്ന് പറയാണ്. അപ്പോൾ ഉടനെ തന്നെ കനക ഫോൺ എടുത്ത് നന്ദുവിനെ വിളിക്കുക. അപ്പോൾ നന്ദു എന്താ അമ്മയെന്ന് ചോദിക്കുമ്പോൾ കനക അങ്ങ് പൊട്ടിക്കരയുക. മോളെ നയന മോൾ എവിടെ? അവൾ വല്ലതും കഴിച്ചോ? അവൾ ലോക്കപ്പിലാണല്ലേ? എങ്ങനെ ഈ അവസ്ഥയിൽ അവൾ ലോക്കപ്പിൽ കിടക്കുന്നു? നിന്നെക്കൊണ്ട് സാധിച്ചില്ലേ മോളെ അവളെ പുറത്തിറക്കാൻ? അവൾ എന്ത് തെറ്റ് ചെയ്തിട്ടാ? എൻ്റെ കുഞ്ഞു ഒരു തെറ്റും ചെയ്തിട്ടില്ല, എന്നിട്ടും ഇങ്ങനെയൊക്കെ ഏത് ചതിയന്മാരാ ചെയ്യുന്നത് എന്നൊക്കെ കനക ചോദിക്കുക. അപ്പോൾ ഉടനെ നന്ദു പറയുന്നുണ്ട്, അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, ഇതൊക്കെ സംഭവിച്ചത് ആരൊക്കെയോ ചതിച്ചതാ. നയനേച്ചി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ CI ഉണ്ടല്ലോ, അയാൾ ശത്രുക്കളുടെ പക്ഷത്താ. അയാൾ പണം വാങ്ങിയിട്ട് ചതിക്കാൻ വേണ്ടി ചെയ്തതാ. അതുകൊണ്ടാണ് നവ്യേച്ചിയെ മനഃപൂർവ്വം കേസെടുക്കുകയും ലോക്കപ്പിൽ അടയ്ക്കുകയും ഒക്കെ ചെയ്തത്. ശത്രുക്കൾക്ക് സന്തോഷിക്കാൻ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഉണ്ടാവണ്ടേ? പക്ഷേ നയനേച്ചി അവിടെ കിടക്കൊന്നുമില്ല. ഈ നാട്ടിൽ നിയമവും കോടതിയൊക്കെ ഉള്ളതല്ലേ. അടുത്ത ദിവസം തന്നെ ജാമ്യം കിട്ടും. നവീനേട്ടൻ എത്തിയിരുന്നു. പക്ഷേ നവീനേട്ടൻ ജാമ്യത്തിനായിട്ട് ശ്രമിച്ചിട്ട് കൂടി ആ CI അത് കൊടുക്കില്ല. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാത്ത രീതിയിലാണ് എഴുതി ചേർത്ത് വച്ചിരിക്കുന്നത്. നയനേച്ചി തെറ്റൊന്നും ചെയ്തില്ല എന്ന് എനിക്കറിയാം. എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ആ CI ഒരു വിധത്തിലും അംഗീകരിക്കുന്നില്ല. വീട്ടുകാര്യങ്ങളൊക്കെ വീട്ടിൽ മതി എന്നാണ് അയാൾ പറയുന്നത്. ഇതിൻ്റെയൊക്കെ പകരം വീട്ടിയില്ലെങ്കിൽ നോക്കിക്കോ. ആദർശനും വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത് ചെയ്തവരെ ഞാൻ കണ്ടെത്തിയിരിക്കും. എൻ്റെ ചേച്ചിയെ ഈ അവസ്ഥയിൽ ലോക്കപ്പിലിട്ടവരെ കണ്ടെത്തിയിരിക്കും നന്ദു എന്ന് പറയാം. അപ്പം കനക ചോദിക്കുക, മോളെ നയനമോള് അവൾ എന്തെടുക്കുക? ഭക്ഷണമൊക്കെ കഴിച്ചോ? എന്താ അവളുടെ അവസ്ഥ എന്ന് ചോദിക്കുമ്പോൾ നന്ദു പറയാം, നയനേച്ചി ഭക്ഷണമൊക്കെ കഴിച്ചു, കുഴപ്പമൊന്നുമില്ല. അമ്മ ടെൻഷൻ അടിക്കണ്ട, ഞാനിവിടെ ഉണ്ടല്ലോ. ഞാനിന്ന് വീട്ടിലേക്ക് വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഇരിക്കുക. നയനേച്ചി ഇവിടെയുള്ളപ്പം പിന്നെ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റുമോ എന്നൊക്കെ ഇങ്ങനെ നന്ദുവും പറയാം. മോളെ നീ എങ്ങനെയെങ്കിലും നയനെ പുറത്തിറക്കണം. ഇനിയും അവൾ ഒരുപാട് ദിവസം അവിടെ കിടക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ അവളെ ഈ ചതിപ്പെടുത്തിയവരെ കണ്ടെത്താൻ വേണം മോളെ എന്ന് പറയാം. അത് ഞാൻ ഏറ്റമേ, അല്ലെങ്കിലും അതിന് ഞാൻ തീരുമാനിച്ചിരിക്കുക. ഈ ചതി എൻ്റെ ചേച്ചിയോട് ചെയ്തവരെ ഞാൻ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാവരും നല്ല ടെൻഷനിലാണ്. എന്നാൽ വീട്ടിൽ അബിയും ജലജയും ഒക്കെ നല്ല സന്തോഷത്തിലുമാണ്. അബിയും ജലജയും നവ്യയും കൂടി സംസാരിക്കുക. അപ്പോൾ ജലജ പറയുന്നുണ്ട്, ഏതായാലും ദേ നയന അവൾ ജയിലിലായി. എന്തായാലും ഇത്രയൊക്കെ കടത്തരം അവളുടെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു പരിപാടിയല്ലേ? ആദർശും നയനയും കൂടി സ്വർണം കടത്തുന്നുണ്ട്. ഇവിടുന്ന് പുറത്താക്കിയാലും അവർക്ക് ജീവിക്കണ്ടേ? അതിനുള്ള മാർഗങ്ങളൊക്കെ കണ്ടെത്തണ്ടേ? എന്നിട്ട് എൻ്റെ മോനെ മാത്രം കുറ്റപ്പെടുത്താൻ എല്ലാവർക്കും 100 നാവായിരുന്നു. അബി കുറച്ച് കള്ളസ്വർണ്ണത്തിൻ്റെ കള്ളക്കണക്ക് എഴുതിയെന്നും പറഞ്ഞ് അവിടെ ജ്വല്ലറിയിൽ നിന്ന് തന്നെ അവനെ പുറത്താക്കി വിട്ടു. ഇപ്പം കണ്ടില്ലേ ഓരോരുത്തർ ചെയ്യുന്നത്? ആദർശ് ഈ പണി എത്ര നാളായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ആർക്കറിയാം? അല്ലെങ്കിലും അവൻ്റെ കൈ മുഴുവൻ ഇങ്ങനെയുള്ള പണികളല്ലേ ഉള്ളത്. അതുകൊണ്ടല്ലേ ഒരു കൊച്ചു വീട്ടിൽ നിൽക്കുന്നത്. എന്നിട്ടും അവൻ പുണ്യാളൻ. മുത്തച്ഛന് എന്ത് തോന്നിയിട്ടാണോ അവനെ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറക്കി വിട്ടത്. എന്നാലും ഈ കള്ളപ്പണിക്ക് ഒരു പണി കിട്ടുമെന്ന് പറഞ്ഞത് സത്യം തന്നെയാണ്. അവൻ അവിടെ നിന്ന് തെന്നി മാറിപ്പോയെങ്കിലും അവൾ അകത്ത് കിടക്കുകയാണല്ലോ. കിടക്കട്ടെ, തെറ്റ് ചെയ്തവരങ്ങനെ കിടക്കട്ടെ. ആരാ അവളെ രക്ഷിക്കാൻ വരുന്നതെന്ന് ഒന്ന് അറിയണമല്ലോ. എൻ്റെ മോനും കിടന്നതല്ലേ ജയിലിൽ. അന്നാണ് അന്തൂന്ന് പറഞ്ഞവൾ എന്തെല്ലാം ദ്രോഹങ്ങളാണ് അബിയോട് ചെയ്തത്. ഇപ്പം സ്വന്തം ചേച്ചി കിടക്കുമ്പം അവൾക്ക് വിഷമം ഉണ്ടാവുമെന്ന് അറിയട്ടെ. ഇതാ പറയുന്നേ, കർമ്മ എന്ന് പറയുന്ന ഒന്നുണ്ട്. എല്ലാം തിരിച്ചു കിട്ടും, കൊടുത്ത കൊല്ലത്തും കിട്ടും എന്നൊക്കെ പറഞ്ഞ് ജലജ അങ്ങ് സന്തോഷിക്കുക കേട്ടോ. പക്ഷെ നവ്യയ്ക്ക് കൂടെ നിൽക്കുന്നുണ്ടെങ്കിലും നവ്യയ്ക്ക് ചെറിയൊരു മനസ്സലിവൊക്കെ തോന്നുകയാണ്. എന്തായാലും നയനയല്ലേ കിടക്കുന്നത്, സ്വന്തം അനിയത്തിയല്ലേ കിടക്കുന്നത്, അതും ഈ അവസ്ഥയിൽ. അതുകൊണ്ട് നവ്യയ്ക്കൊരു ചെറിയ വിഷമമൊക്കെ തോന്നിയിട്ട് നവ്യ പറയുന്നുണ്ട്, എന്നാലും അവൾ ചെയ്തതൊന്നും ശരിയാന്ന് ഞാനും പറയുന്നില്ല. പക്ഷേ ഇങ്ങനൊരു കള്ളത്തരം അവൾ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊക്കെയാണേലും ആദർശം ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് തോന്നുന്നില്ല. സ്വർണ്ണക്കടത്തും കള്ളത്തരമൊന്നും അവർ ചെയ്യില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ആരോ അവരെ ചതിച്ചതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ പിന്നെ നയന ഇങ്ങനൊരു കാര്യം ചെയ്യില്ല. അവൾ പണ്ട് മുതലേ ഭയങ്കര സത്യസന്ധയാ എന്ന് പറയാം. അപ്പോൾ അബി പറയുകയാണേ, എന്താ നിനക്കൊരു മനം മാറ്റം? അവൾ ചെയ്യില്ലെന്ന് നിനക്കെന്താ എങ്ങനെ അറിയാം? പിന്നെ ഞാനാണോ ചെയ്യുന്നത്? എന്നെ അന്ന് ലോക്കപ്പിലാക്കിയപ്പോൾ നിൻ്റെ അനിയത്തി നന്ദു ഒരുപാട് സന്തോഷിക്കുകയും എന്നെ അടിക്കുകയൊക്കെ ചെയ്താണല്ലോ. നീ ചെന്ന് അവളുടെ കാല് വരെ പിടിച്ചല്ലേ ഒന്ന് ജാമ്യത്തിലിറക്കാൻ. എന്നിട്ട് അവൾ വിട്ടയച്ചോ? ഇല്ലല്ലോ.
ഇപ്പം സ്വന്തം ചേച്ചിക്ക് കാവലിരിക്കുക അവള്. ജാമ്യത്തിൽ കിട്ടില്ല. ആ CI ജാമ്യം കൊടുക്കില്ല. നവീനും മറ്റുള്ളവരും ഒക്കെ വന്ന് ഒരുപാട് ശ്രമിച്ചു, പക്ഷെ അതൊന്നും നടന്നിട്ടില്ല. എന്തായാലും നിന്റെ അനിയത്തി അവിടെ ലോക്കപ്പിൽ തന്നെയാണ് ഇന്ന് അന്തി ഇറങ്ങുന്നതെന്ന് പറയുമ്പം നവ്യ പറയാ, നീ നിർത്ത്, നീ ചെയ്തത് കള്ളത്തരം തന്നെയാ. അല്ലെന്നൊന്നും അബി നീ പറയണ്ട. നീ സ്വർണം കടത്തിയിട്ടുമുണ്ട്, അതുകൊണ്ടാണ് നിന്നെ അറസ്റ്റ് ചെയ്തത്. അതുപോലല്ല നയനയുടെ കാര്യം. അവൾ തല പോയാലും ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾക്ക് നിൽക്കില്ല. ഇതിപ്പോൾ ആരോ അവളെ ചതിച്ചത് തന്നെയാ. പിന്നെ ഈ സമയത്ത് അവൾ ഇങ്ങനെ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഈ സമയത്ത് അവൾ ജയിലിൽ കിടക്കാന്നൊക്കെ പറഞ്ഞാൽ അതെനിക്കും കുറച്ച് വിഷമമൊക്കെ ഉണ്ടാക്കുന്ന കാര്യമാണെന്ന് പറയാം. അപ്പം ജലജ പറയാ, ഓ രക്തത്തെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. നിനക്ക് വിഷമം തോന്നുന്നുണ്ടല്ലേ നിന്റെ രക്തം ജയിലിൽ കിടന്നപ്പം? അപ്പോൾ പിന്നെ ഇവൻ കിടന്നപ്പോൾ നിനക്ക് ഇത്രയും വിഷമം തോന്നിയിട്ടില്ലല്ലേ? വിഷമിക്ക്, നീ നിന്റെ അനിയത്തിക്കപ്പം ഇതിലും വിഷമം കാണുമല്ലോ ആ നന്ദൂന്. എല്ലാവരും അങ്ങ് വിഷമിക്ക്, ചെയ്തതിൻ്റെ ഫലം കിട്ടുന്നതാണ് എല്ലാവർക്കും. ഇനി പലതും ഈ ജലജ കാണും, അതിന് ശേഷമേ പോവുള്ളൂ. ഈ അനന്തപുരിയിലുള്ള ഓരോരുത്തരും, ഞങ്ങളെ ദ്രോഹിച്ചവർ ഓരോരുത്തരും, എൻ്റെ മോനെ എന്നെ ഒറ്റപ്പെടുത്തിയവർ ഓരോരുത്തരും അനുഭവിക്കുന്നത് ഈ ജലജ കാണും. അതാണ്, അങ്ങനെ തന്നെ സംഭവിക്കും എന്നൊക്കെ പറഞ്ഞ് ജലജ അങ്ങ് സന്തോഷിക്കുകയാണ്. അതേസമയം നവിക്ക് നല്ല വിഷമമൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ ജയിലിൽ കിടക്കുകയാണ് നമ്മുടെ നയന ജയിലിൽ കിടക്കുന്ന സമയത്ത് നയനയെ ഇറക്കാൻ വേണ്ടിയിട്ട് ആദർശ് നവീനെ കാണാൻ വീണ്ടും പോകുന്നുണ്ട്. നവീനോട് കുറേ കാര്യങ്ങളൊക്കെ ഈ കേസിനെ കുറിച്ചിട്ടും അതുപോലെ ജ്വല്ലറിക്കാരെ കുറിച്ചിട്ടും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പം നവീൻ ചോദിക്കുന്നുണ്ട്, ആദർശേട്ടന് സംശയം ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പറയാണ്, എനിക്ക് ജ്വല്ലറിയിലുള്ളവരെ നല്ല സംശയമുണ്ട്. അവർ ചെയ്ത ചതി തന്നെയാണ് ഇത്. ആദ്യം മുതലേ എന്നെ ചതിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരുന്നവരാണ് അവർ. ഞാൻ അന്ന് ദുബായി പോയപ്പം എന്നെ ജയിലിലാക്കാൻ അവർ ഒരുപാട് ശ്രമിച്ചു. അന്ന് മുത്തശ്ശൻ്റെ സ്വാധീനം കൊണ്ട് ഞാൻ ജയിലിലാവാതെ തിരിച്ചെത്തി. അതുപോലെ മുംബൈ ചെന്നപ്പം എനിക്ക് ജ്യൂസിൽ മയക്കുമരുന്ന് കലക്കി തന്ന് ഉറക്കി ആ ഒരു ഡീല് എനിക്ക് ഇല്ലാതാക്കിയതും ജ്വല്ലറിക്കാർ തന്നെയാണ് എന്ന് പറയാണ്. അവർ തന്നെയായിരിക്കും ഈ കേസിൻ്റെ പുറകിൽ നവീനെ എന്ന് പറയുക. ആ CI അവർ വിലക്കെടുത്തത് തന്നെയാണ്. അതുകൊണ്ടാണ് അയാൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാതെ ഇങ്ങനെ എതിർത്ത് സംസാരിക്കുന്നതും നയനയെ ജാമ്യത്തിൽ വിടാത്തതും ഒക്കെ എന്ന് പറയുമ്പോൾ നവീൻ പറയാണ്, ശരിയാണ്, ജ്വല്ലറിയുടെ MD ഒരു ഡേവിഡ് അല്ലേ ആദർശേട്ടാ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അതെ, ജ്വല്ലറിയുടെ MD ഒരു ഡേവിഡാണ്. ഞാനും ചില അന്വേഷണത്തിലൊക്കെയാണ് നവീനെ. പക്ഷേ ജ്വല്ലറിയുടെ MD ഡേവിഡാണെങ്കിലും അയാൾ മറ്റാരുടെയോ ബിനാമിയാണ്. ശരിക്കും ഈ ഡേവിഡിന് ഒരു ബിസിനസ് പാരമ്പര്യമോ അങ്ങനെ മറ്റൊന്നുമോ ഇല്ല. അയാൾ പെട്ടെന്ന് ഒരു മഴയിൽ കിളുത്ത കൂണാണ് എന്ന് പറയാണ്. അതുപോലല്ല, മറ്റാരോ ഇതിൻ്റെ പിന്നിലുണ്ട്. അനന്തപുരി തറവാടിനോടും മൂർത്തീസ് ജ്വല്ലറിയോടും നല്ല ദേഷ്യമുള്ള ആരോ ഇതിൻ്റെ പിന്നിലുണ്ട്. അവർ പ്രതികാരം വീട്ടുകയാണ്, അല്ലാതെ ഒരു ബിസിനസ്സിലുണ്ടാകുന്ന ഒരു ശത്രുതയൊന്നുമല്ല ഈ ചെയ്യുന്നത്. ഇത് പാരമ്പര്യമായിട്ട് എന്തോ ഒരു പ്രതികാരം മനസ്സിൽ വച്ചുകൊണ്ട് ചെയ്യുകയാണ് എന്ന് പറയാണ്. അപ്പോൾ നവീനും പറയുന്നുണ്ട്, ശരിയാ, അങ്ങനെ എനിക്കും തോന്നി. ഒരു ബിസിനസ്സിൽ ഇങ്ങനെ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇങ്ങനൊരു പ്രതികാരത്തിൻ്റെ ആവശ്യം വരുന്നില്ലല്ലോ. ഇത് കുടുംബപരമായിട്ട് എന്തെങ്കിലും ശത്രുതയുള്ളവരായിരിക്കുമോ ഈ ജ്വല്ലറിയുമായി ബന്ധപ്പെട്ടുള്ളവരെന്ന് നവീൻ ചോദിക്കുക. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, ഞാനും അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം അന്വേഷണമൊക്കെ ഒരു അവസ്ഥ വരെ എത്താറായി, അതിൻ്റെ ഉത്തരം കിട്ടാറായി. പക്ഷെ ആ ഉത്തരം കിട്ടുന്നത് വരെ അതൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. നമുക്ക് ഡേവിഡിനെ മാത്രമേ സംശയിക്കാൻ പറ്റുന്നുള്ളൂ. പക്ഷേ ഡേവിഡിൻ്റെ പിന്നിലുള്ള ആളെ അത് കണ്ടെത്താനാണ് നവീനെ ഞാനിപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുക. അപ്പം നവീൻ പറയുന്നുണ്ട്, ഇക്കാര്യത്തിൽ ആദർശേട്ടൻ പേടിക്കൊന്നും വേണ്ട. അടുത്ത ദിവസം തന്നെ നയനേച്ചിക്ക് നമുക്ക് ജാമ്യം എടുക്കാൻ പറ്റും. അങ്ങനെ ജാമ്യം കിട്ടാത്ത വകുപ്പൊന്നും എഴുതി ചേർക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്തായാലും അവരും കളിക്കട്ടെ, നമുക്ക് ജാമ്യത്തിലൊക്കെ ഇറക്കാം എന്ന് പറയുകയാണ് കേട്ടോ. അതേസമയം നയന ലോക്കപ്പിൽ കിടക്കുക ആ ഡ്രൈവറും. ആ CI ആണെങ്കിൽ ഇടയ്ക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ ഇവിടെ പ്രത്യേക പരിഗണന എന്തെങ്കിലും SI കൊടുക്കുന്നുണ്ടോ എന്ന് നന്ദുവിനോട് ചോദിക്കുമ്പോൾ നന്ദു പറയാ, ഇല്ല സാർ, ഞാൻ പ്രത്യേകിച്ച് ഒരു പരിഗണനയും കൊടുക്കുന്നില്ല. പിന്നെ ഇതെൻ്റെ ചേച്ചിയാണ്, ചേച്ചി ഇപ്പോൾ പ്രഗ്നൻ്റ് ആണ്. ഈ സമയത്ത് ചേച്ചി ലോക്കപ്പിൽ കിടക്കുമ്പം അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ നിൽക്കുന്നതെന്ന് പറയാം. അല്ല, നിങ്ങളുടെ ഡ്യൂട്ടി കഴിഞ്ഞ് നിങ്ങൾക്ക് വീട്ടിൽ പോകാമല്ലോ. നിങ്ങളുടെ ചേച്ചിയാണെന്നുള്ള ബന്ധങ്ങളൊന്നും നിയമത്തിൻ്റെ മുമ്പിൽ വരില്ല എന്നറിയാലോ എന്ന് പറയാണ്. അപ്പം നന്ദു പറയാണ്, സാർ എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഇപ്പം സാറ് ഈ ചെയ്യുന്ന കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ മറ്റാർക്കോ വേണ്ടി ചെയ്യുന്നതല്ലേ? ഇതൊരു കള്ളക്കേസാണെന്ന് സാറിന് നന്നായിട്ട് അറിയാവുന്നതല്ലേ എന്ന് നന്ദു ചോദിക്കുക. അപ്പോൾ അയാൾ പറയാം, നിങ്ങളെന്നെ ചോദ്യം ചെയ്യാറായോ? നീ എൻ്റെ താഴെയുള്ള ഉദ്യോഗസ്ഥയാണെന്നുള്ള കാര്യം മനസ്സിലാക്കേണ്ടതാണ്. ഞാൻ വിചാരിച്ചാൽ നിൻ്റെ തൊപ്പി വരെ തെറിയും. അതുകൊണ്ട് ഇങ്ങനെയുള്ള ചോദ്യം ചെയ്യലുകളൊന്നും വേണ്ടാന്ന് പറയാം.
അപ്പം നന്ദു പറയാണ്, അതെന്താ സാറേ ഇത് വെള്ളരിക്ക പട്ടണമൊന്നും അല്ലല്ലോ, ഇതിപ്പോൾ ഒരു കള്ളക്കേസാണ്, കെട്ടിച്ചമച്ച കേസാണ്. എൻ്റെ ചേച്ചി ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ല. അല്ലെങ്കിലും ഇതിൽ അന്വേഷണമൊക്കെ വരുമ്പം കാര്യങ്ങൾ വ്യക്തമാകുമല്ലോ സാറേ. ഇന്നും നാളെയൊന്നും ഇരുണ്ട് നേരം വെളുത്തങ്ങ് പോയില്ലല്ലോ എന്നൊക്കെ നന്ദുവും ചോദിക്കുക. അപ്പോൾ സി ഐക്ക് നല്ല ദേഷ്യം വന്നിട്ട് നയനെ നോക്കിയിട്ട് നയനോട് പറയുന്നുണ്ട്, നിൻ്റെ അനിയത്തി ഇവിടെ കിടന്ന് കുറച്ച് വിളയുന്നുണ്ട്, അതുകൊണ്ട് നീ കുറച്ച് ദിവസം അവിടെ കിടക്ക്, നിന്നെ പെട്ടെന്നൊന്നും ജാമ്യത്തിൽ വിടാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ട് പോവുക. അപ്പം നയനെ ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുക. അപ്പം നന്ദുവിനോട് പറയുന്നുണ്ട് നയന, നന്ദുമോൾ നീ വിഷമിക്കേണ്ട നന്ദു എന്ന് പറയാണ്. എനിക്കിതൊന്നും ഒരു പ്രശ്നമല്ല, ആദർശേട്ടൻ എന്നെ വന്ന് കണ്ടല്ലോ, ഞാനിപ്പോൾ അകത്താണേലും ആദർശേട്ടൻ പുറത്തുണ്ടല്ലോ, എന്തായാലും എന്നെ തൂക്കിക്കൊല്ലാനൊന്നും വിധിക്കില്ലല്ലോ, പുറത്തിറങ്ങാൻ സാധിക്കുമല്ലോ, അതിനുള്ള അന്വേഷണങ്ങളൊക്കെ നടക്കുന്നുണ്ടല്ലോ, നവീനും വന്ന് കണ്ട് പറഞ്ഞിട്ടുണ്ട്, നന്ദു അതോർത്ത് വിഷമിക്കേണ്ട, അയാളുമായിട്ട് വഴക്കിന് പോകാനും നിൽക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അതേസമയം നമ്മുടെ നവ്യയ്ക്കൊരു കോള് വരികയാണ് കേട്ടോ. അപ്പം നവ്യ ഫോൺ എടുക്കുകയാണ്. അപ്പം നവ്യയുടെ ഒരു ഫ്രണ്ടാണ് വിളിക്കുന്നത്. എന്നിട്ട് നവ്യയോട് പറയുന്നുണ്ട്, നവ്യയെ എനിക്ക് നിന്നെ ഒന്ന് കാണണം, നിന്നോട് ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്താനുണ്ട്, അത് വെളിപ്പെടുത്താതിരുന്നാൽ എനിക്ക് ഉറങ്ങാൻ പോലും സാധിക്കില്ല എന്ന് പറയാണ്. അപ്പം നവ്യ പറയുന്നുണ്ട്, അല്ല അതെന്താ നിനക്കിപ്പം, അത് ചില കാര്യങ്ങൾ നിൻ്റെ ഭർത്താവ് അബിയെക്കുറിച്ചാണ് എന്ന് പറയാം. അങ്ങനെ നവ്യ ഒരു സ്ഥലത്ത് ആരും അറിയാതെ ചെല്ലുകയാണ്. അങ്ങനെ ആ പെൺകുട്ടിയെ കാണുകയാണ്, ആ ഫ്രണ്ടിനെ. അപ്പോൾ അവൾ സംസാരിച്ചിട്ട് നവ്യോട് പറയുന്നുണ്ട്, DNA ടെസ്റ്റിന് നീ എൻ്റെ കയ്യിൽ തന്നില്ലായിരുന്നോ അന്ന്, അതിൻ്റെ റിസൾട്ട് വന്നിട്ടുണ്ട്, പക്ഷേ നീ അതിനു മുമ്പേ സത്യങ്ങൾ അറിഞ്ഞെന്നും നിന്നെ ഡേവിഡ് സാർ വിവരങ്ങൾ അറിയിച്ചു എന്നും പറഞ്ഞു. അബിയുടെ കുഞ്ഞല്ല ചന്തുമോളെന്നല്ലേ അവർ നിന്നെ അറിയിച്ചത്, പക്ഷേ ഈ റിസൾട്ട് എൻ്റെ കൈ വന്നിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇതിൽ അബിയുടെ കുഞ്ഞാണ് ചന്തുമോള്. അനഘയെ ഞാൻ പോയി കണ്ടിരുന്നു, പക്ഷേ ഈ ഒരു അവസ്ഥയിൽ കിടക്കുന്ന അനഘയുടെ മുഖത്ത് നിന്ന് എനിക്ക് കാര്യങ്ങൾ വായിച്ചെടുക്കാൻ പറ്റി. അനഘയുടെ ചരിത്രം അന്വേഷിക്കാൻ നീ എന്നോട് പറഞ്ഞിരുന്നു, അത് അന്വേഷിച്ചതിൽ നിന്നും കാര്യങ്ങൾ എനിക്ക് വ്യക്തമാക്കി. അനഘയും അബിയും തമ്മിൽ നല്ല രീതിയിലുള്ള ബന്ധമുണ്ടായിരുന്നു. അനഘയെ വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞ് അബി ചതിച്ചതാണ്. അതിനുശേഷം കുട്ടി ഉണ്ടായപ്പോഴേക്കും ഉപേക്ഷിക്കുകയാണ് ചെയ്തത്. അനഘ അവനുമായിട്ട് ചേർന്ന് ജീവിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ നാട് വിട്ട് വിദേശത്ത് ജീവിച്ച് കുഞ്ഞിനെ വളർത്തിക്കൊണ്ടിരുന്ന അനഘയ്ക്ക് ഈ മാരാരോഗം പൊടിപെട്ടപ്പോഴാണ് വീണ്ടും തിരിച്ച് നാട്ടിലേക്ക് വന്നത്. തൻ്റെ കുഞ്ഞിനെ മരിക്കുന്നതിന് മുമ്പ് അബിയെ ഏൽപ്പിക്കണമെന്നും അവളുടെ സ്വന്തം അച്ഛനെ ഏൽപ്പിക്കണം എന്നുള്ള ആ ഒരു അവകാശത്തിന് വേണ്ടിയിട്ടാണ് അനഘ വന്നത്. പല പ്രാവശ്യവും അബിയെ വന്ന് കാണുകയും സംസാരിക്കുകയും ചെയ്തു. അപ്പോഴേക്കും അവൻ നിന്നെ വിവാഹം കഴിക്കുകയും നിന്നിൽ അനന്തപത്മനാഭൻ ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ അനഘ നിൻ്റെ മുന്നിൽ വരാൻ ധൈര്യം കാണിച്ചില്ല. അതിന് പകരം അബിയോട് തൻ്റെ കുഞ്ഞിനെ ഏറ്റെടുക്കണമെന്നും അവൾ അനന്തപുരി വളരണമെന്നും ഒക്കെ പറഞ്ഞു. പക്ഷേ അതിനൊക്കെ പകരം വീട്ടാനായിട്ട് അബി അനഘ ഈ അവസ്ഥയിലാക്കി. അവൾ ഈ കോമ സ്റ്റേജിലായി. ഒരു സത്യങ്ങളും തുറന്നു പറയരുതെന്ന് അവൻ ആഗ്രഹിച്ചു, അതുകൊണ്ട് ചെയ്തതാണ്. അന്ന് അവിടെ വന്ന് അനഘ മരിച്ചു എന്നൊരു സീനുണ്ടാക്കി. മരണത്തിൽ നിന്ന് ഉയർന്നു വന്നവളാണ് അനഘ. അന്ന് ആ കുഞ്ഞിനെ മുത്തച്ഛനും ആദർശം ചേർന്ന് ഏറ്റെടുക്കുകയായിരുന്നു. ആദർശ് സ്വന്തം കുഞ്ഞായിട്ട് ആ കുഞ്ഞിനെ ഏറ്റെടുക്കായിരുന്നു. അവിടെയും അബി കളിച്ചു. അവിടെ ആദർശിൻ്റെയും അനഘയുടെയും കൂടെ ഫോട്ടോയൊക്കെ മോർഫ് ചെയ്ത് വെച്ച് ഒരു സീൻ സൃഷ്ടിക്കുക ചെയ്തത്. അങ്ങനെയാണ് ആദർശ് കുഞ്ഞിനെയും കൊണ്ട് വന്നത്. ആദർശനും നയനയ്ക്കും കാര്യങ്ങൾ അറിയാം നബിയെ, അത് അബിയുടെ കുഞ്ഞാണെന്ന്. അതുകൊണ്ടാണ് അബി അവർ പറയുന്നതൊക്കെ അനുസരിച്ച് നിൽക്കുന്നത്. ആദർശിൻ്റെ അമ്മയും ഈ വിവരങ്ങളെല്ലാം അറിയാവുന്നത് കൊണ്ടാണ് അബി ഒരു അടിമയെ പോലെ കാണുന്നത്. ഇതിൽ സത്യമുണ്ട്, അതുകൊണ്ട് DNA ടെസ്റ്റിൻ്റെ റിസൾട്ട് നീ നോക്ക് എന്നും പറഞ്ഞ് കാണിക്കുമ്പം ഞെട്ടിപ്പോവാണ് നവ്യ. നവ്യക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടുക. പക്ഷെ നവ്യ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ, എന്തായാലും ഇവൻ അബി എന്നെ പറ്റിക്കുകയായിരുന്നു, എല്ലാവരും പറ്റിക്കുകയായിരുന്നു. പിന്നെ എന്തിനാണ് ഡേവിഡ് സാറും അതിൻ്റെ കൂട്ടത്തിൽ കൂടി അബിയുടെ കുഞ്ഞല്ല ചന്തുമോളെന്ന് എന്നെ അറിയിച്ചത്? അത് ഞാനും അബിയും തമ്മിലുള്ള പ്രശ്നം വഷളാകാതിരിക്കാനാണോ? ഇത്രയ്ക്കൊരു ചതിയനായ ഒരുത്തനെ അവിടെ മാനേജറായിട്ട് നിയമിക്കേണ്ട കാര്യം ജ്വല്ലറിക്കുണ്ടോ? അവർക്കെന്താ ഞങ്ങളുടെ കുടുംബകാര്യത്തിൽ ഇത്രയധികം താല്പര്യം? എന്തൊക്കെയോ ചിലത് ചിഞ്ഞ് നാറുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പുറകിൽ എന്തൊക്കെയോ സത്യങ്ങളുണ്ട്. എന്നിൽ നിന്ന് എല്ലാവരും പല കാര്യങ്ങളും മറച്ചു വെക്കുന്നുണ്ട്. വീട്ടിലുള്ളവരും മറച്ചു വെച്ചത് കുടുംബജീവിതം തകരാതിരിക്കാനാണെന്ന് പറയാം. എൻ്റെ അമ്മ എല്ലാ സത്യങ്ങളും എന്നോട് തുറന്ന് പറഞ്ഞതാ, മുത്തച്ഛനും മുത്തശ്ശിയും എല്ലാവരും പറഞ്ഞതാ. പക്ഷെ ഞാനതൊന്നും വിശ്വസിച്ചില്ല. വീണ്ടും പുറത്തുനിന്നുള്ള ആ ഡേവിഡിനെയും മറ്റും വിശ്വസിച്ചു. അവരും എന്നെ ചതിക്കുകയാണ്. അവരെന്തിനായിരിക്കും എന്നെ ചതിച്ചതും അബിയെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നതും? അതിൻ്റെ പിന്നിലെ കാര്യങ്ങളും അറിയുന്നവരെ ഞാൻ ഈ രഹസ്യം ആരോടും പറയില്ല. ഇതെൻ്റെ മനസ്സിൽ തന്നെ നിൽക്കുമെന്നും തീരുമാനിക്കുകയാണ് നവ്യ. അതിനുശേഷം നവ്യ വീട്ടിലൊക്കെ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ചന്തുമോളെ കാണുമ്പോൾ നവ്യയ്ക്കൊരു വിഷമം തോന്നുക. നവ്യ ആ മനസ്സിൽ അനഘയുടെ കാര്യമൊക്കെ ഇങ്ങനെ ആലോചിക്കുക. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുക, ഈ കുഞ്ഞിനോട് ഞാൻ എന്ത് ദ്രോഹമാണ് ചെയ്തത്? ഈ കുഞ്ഞ് അനഘയുടെ കുഞ്ഞാണ്, അതുപോലെ അബിയുടെയും. എന്നിട്ടും അതിനെ ഞാൻ എന്തുമാത്രം കുത്തുവാക്കൾ പറഞ്ഞ് നോവിച്ചു.
എന്തുമാത്രം അതിൻ്റെ മനസ്സ് വിഷമിച്ചിട്ടുണ്ടാവും. ശരിക്കും ഇതിനോട് ഞാൻ ചെയ്തത് മഹാപാപമല്ലേ എന്നൊക്കെ പറഞ്ഞിങ്ങനെ നോക്കി നിൽക്കുക. അപ്പോൾ ചന്തുമോൾ പേടിച്ചിങ്ങനെ നോക്കി നിൽക്കുമ്പം നവ്യ അങ്ങോട്ട് ചെന്ന് ചോദിക്കുക, എന്താ മോളെ നീ എന്നെ കണ്ട് പേടിച്ച് നിൽക്കുന്നത്? നീ എന്നെ കണ്ട് പേടിച്ച് നിൽക്കുകയൊന്നും വേണ്ട, നായനാമ്മയെ പോലെ തന്നെ നീ എന്നെ കണ്ടാൽ മതി ഈ നവ്യമ്മേ എന്നും പറഞ്ഞ് എടുക്കുകയാണ് കേട്ടോ. എടുത്ത് ഉമ്മയൊക്കെ കൊടുക്കുകയാണ്. നവ്യയുടെ മനസ്സിലെ ആ വിഷമം മുഴുവൻ കണ്ണീരായിട്ട് പുറത്തേക്ക് വരികയാണ്. അങ്ങനെ ചന്തുമോളെ ഇങ്ങനെ ഉമ്മ കൊടുത്തുകൊണ്ട് നിൽക്കുക. അപ്പോഴാണ് അങ്ങോട്ട് ദേവയാനി വരുന്നത്. അപ്പോൾ ദേവയാനി വരുമ്പോഴേ കാണുന്നത് നവ്യ ചന്തുമോളെ എടുത്ത് ഉമ്മയൊക്കെ കൊടുത്തിങ്ങനെ നിൽക്കുന്നതാണ്. സാധാരണ കാണുമ്പോഴേ പൊട്ടിത്തെറിക്കുകയും ദേഷ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്ന നവ്യ അങ്ങനെ ചെയ്യുന്ന കാണുമ്പോഴേക്കും ദേവയാനിക്ക് ഒരു അത്ഭുതം തോന്നുക. അപ്പോൾ ദേവയാനി ഇങ്ങനെ മറഞ്ഞു നിന്ന് നോക്കുക, എന്താ ഇത്, നവ്യക്ക് ഇതെന്ത് പറ്റി? അവൾക്ക് നല്ല മാറ്റം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. എന്തെങ്കിലും ഇവളുടെ മനസ്സിലുണ്ടോ? ഇവള് സത്യങ്ങളൊക്കെ വിശ്വസിച്ചില്ലെന്നാണല്ലോ പറയുന്നത്. കനക പറഞ്ഞിട്ടും അവൾ ചന്തുമോള് അബിയുടെ കുഞ്ഞാണെന്ന് അംഗീകരിച്ചിട്ടില്ല. ഇപ്പോൾ ഇനി അവളുടെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നലുണ്ടോ? എന്താണോ, അവൾ ഒന്നും തുറന്നു പറയുന്നുമില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേവയാനിയും വിചാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ നവ്യ സത്യങ്ങൾ അറിയുകയും നയനെയും കുടുംബത്തെ എല്ലാവരെ കുറിച്ചിട്ടുമുള്ള വിവരങ്ങളെല്ലാം അറിയുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്